നമുക്ക് പറഞ്ഞുകൂടാത്ത എന്ത് കാര്യത്തിനെ പറ്റിയോ അറിയണമെങ്കിൽ എന്താ ചെയ്യുക? നേരെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യും. അതിൽ നമ്മൾ സെർച്ച് ചെയ്യും. നമുക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആരോടും ചോദിക്കൊന്നുമില്ല. മുമ്പൊക്കെ അറിവുള്ള ആൾക്കാരോട് മാഷന്മാരോടും ഒക്കെ ചോദിച്ചിങ്ങ് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാനും. ഇപ്പം ഗൂഗിൾ സെർച്ചാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ആർക്കും കൊടുക്കാനുണ്ട് അതിൻ്റെ ലിങ്ക് അങ്ങ് കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ടത് നമ്മൾ അറിയുകയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഒരു ദിവസം എന്തെങ്കിലും സെർച്ച് ചെയ്യാത്തൊരു ദിവസം ഉണ്ടാകുകയില്ല. ഇങ്ങനെ സെർച്ച് ചെയ്യുന്നൊക്കെ ഈ ഗൂഗിൾ ക്രോമിൻ്റെ ഹിസ്റ്ററിയിൽ അവിടെ സേവ് ആയി നിൽക്കും. ഈ ഗൂഗിൾ ക്രോമിൻ്റെ ഹിസ്റ്ററി എവിടെയാണ് നമ്മൾ സാധാരണ ക്ലിയർ ചെയ്യെടുക്കുക? സാധാരണ നമ്മൾ എന്ത് ചെയ്യും? ഈ 3 കുത്തിലൊരു കുത്ത് കൊടുക്കും. അതിൽ ഹിസ്റ്ററി എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്താൽ നമ്മൾ സെർച്ച് ചെയ്ത സകലം ഇവിടെ ഉണ്ടാവും. മുഴുവൻ ഹിസ്റ്ററി ഇവിടെ ഉണ്ടാവും. ഇവിടുന്ന് നമുക്കിത് ഓരോന്നോരോന്നായിട്ടോ വേണ്ടാത്തത് മാത്രമായിട്ടോ അല്ലെങ്കിൽ മേലെ ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. എന്നാൽ ഇങ്ങനൊന്നും ചുറ്റി വളച്ച് പോകണ്ട. നമ്മളിപ്പോൾ ഗൂഗിൾ ക്രോമിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെർച്ച് ചെയ്തത് സേവ് ആയി നിൽക്കുന്ന അതിൻ്റെ ഹിസ്റ്ററി നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഈ ഗൂഗിളിൻ്റെ ഹോം പേജിൽ നമുക്കിവിടെ ബാക്ക് ബട്ടൺ, ഹോം ബട്ടൺ, റീസെന്റ് ബട്ടൺ 3 ബട്ടൺ അല്ലേ? ഇതിൽ ബാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ 2 ഓപ്ഷൻസ് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ 3 4 ഓപ്ഷൻസ് വരും. അതെത്ര ആയിക്കോട്ടെ. ഇവിടെ നമുക്ക് ഷോ ഫുൾ ഹിസ്റ്ററി എന്നുള്ളൊരു ഭാഗം കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മളെ ഹിസ്റ്ററി കംപ്ലീറ്റ് ഇങ്ങ് വന്നത്. നമ്മൾ ക്രോം ഉപയോഗിക്കാൻ തുടങ്ങിയ ആ കാലം തൊട്ട് ഇന്ന് വരെയുള്ള സെർച്ച് ചെയ്ത സകല ഹിസ്റ്ററി നമുക്ക് ഇവിടെ വരും. ഇവിടെ നമുക്ക് ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്ന് മേലെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ ഒന്നിച്ച് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ആവശ്യമില്ലാത്ത മാത്രം നോക്കി ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഓരോന്നിൻ്റെ നേരെ ഇൻറ്റു മാർക്ക് ഉണ്ടാവും. ഇൻറ്റു മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് ഡിലീറ്റ് ആയി. ഇതുപോലെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഗൂഗിളിൻ്റെ ബ്രൗസിംഗ് ഹിസ്റ്ററി, അതായത് നമ്മൾ സെർച്ച് ചെയ്ത ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്യാനാവും. സംഭവം തീർന്നിക്കോ. ഇനി നമ്മൾ ഗൂഗിളിന്റെ സെർച്ച് ഹിസ്റ്ററി എടുക്കാൻ 3 കുത്തണ്ട. അവിടുന്ന് ചുറ്റി വളഞ്ഞ സെറ്റിംഗ്സിന്റെ ഭാഗത്തേക്കൊന്നും പോകണ്ട. ഇവിടെ നമ്മളെ ഫോണിലുള്ള ചില ഫോണിൽ ഇടത്തെ ഭാഗത്ത്, ചില ഫോണിൽ വലത്തെ ഭാഗത്ത്, നിങ്ങൾ ഏത് ഭാഗത്തുള്ളതെന്ന് അറിയില്ല, ആ ഭാഗത്തുള്ള ബാക്ക് ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മാത്രം മതി. ഷോ ഫുൾ ഹിസ്റ്ററി നമുക്കിവിടെ കാണാനാവും. ഇതുപോലെ ഗൂഗിളിൽ ഒരുപാട് നമുക്ക് ഉപകാരമുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ ഉണ്ട് കേട്ടോ. പലതും നമ്മൾ വീഡിയോ ചെയ്തിക്ക്, ഇനി ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട്. ഇത് നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.